ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടണ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് തയ്യാറാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല പുരട്ടിയ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു പാനിൽ ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് കൊടുക്കാം. നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ വേണ്ടിയത്. നല്ല അതിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത് മസാല ഉണ്ടാക്കാൻ. ഒരു 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2 പച്ചമുളക്, അതൊക്കെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 മിനിറ്റിലൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ അതിൽ പിടിക്കുള്ളൂ. അതൊന്ന് ഗോൾഡൻ കളറായാൽ അതിലേക്ക് ഒരു 4 സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് 5 മിനിറ്റ് മൂടി വെക്കാം. പെട്ടെന്നൊന്ന് ഉടഞ്ഞ് കിട്ടാനാണ് അത് 5 മിനിറ്റ് മൂടി വെക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സായാൽ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു തിക്കായിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കണ വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.